അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, സൂപ്പർ മുഖ്യമന്ത്രിയായി പി ശശിയും സൂപ്പർ ഡി ജി പി ആയി എം.ആർ. അജിത് കുമാറും, അതല്ലേ ശരി? ഭരണപരമായ കാര്യങ്ങളിൽ എടുക്കേണ്ടുന്ന നിലപാടിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളൊരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ആ ഭരണ സംവിധാനം ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരുമ്പോൾ അതിനെ നേരിടേണ്ടതുണ്ട്, അല്ലെ അതിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ചും അവർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടും ധാരണയും ഉള്ളതാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ടെർമിനോളജി എന്നുള്ള നിലയിൽ സൂപ്പർ മുഖ്യമന്ത്രിയും സൂപ്പർ ഡി ജി പിയും എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഭരണത്തിൻ്റെ കാര്യം വരുമ്പോൾ അതിന് നടപടിക്രമങ്ങളിലേക്ക് നോക്കേണ്ടുന്നൊരു സാഹചര്യമുണ്ടാകും. ഒരിക്കൽ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി കാണേണ്ട ഫയല് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കാലാകാലമായി പിടിച്ചു വെക്കാനൊന്നും കഴിയില്ല. അങ്ങനെ പിടിച്ചു വെക്കുന്ന സമ്പ്രദായവുമില്ല, അങ്ങനെ പിടിച്ചു വെക്കേണ്ടതായ സാഹചര്യവുമില്ല. ഈ പശ്ചാത്തലത്തിൽ വ്യക്തമായ ഒരു ധാരണയോടുകൂടി വിജിലൻസ് അന്വേഷണമാണ് ഡി ജി പി നിർദ്ദേശിച്ചതെങ്കിൽ ആ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുന്ന ഒരു വസ്തുതയും കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. വിജിലൻസ് അന്വേഷണം നടക്കട്ടെ. ആ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ ആ നടക്കുന്നതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഭരണകൂടത്തിൻ്റെ പ്രവൃത്തികളെയും ചെയ്തികളെയും നമുക്ക് വിശകലനം ചെയ്യാം. ഏതെങ്കിലും തരത്തിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ പരിഗണനയിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായാൽ ആ പരിഗണന ഒരിക്കലും ഫലവത്താകാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത് ഫലവത്താകാൻ പാടില്ല. കുറ്റവാളികളായി തന്നെ സമൂഹത്തിൽ നിൽക്കണം. എന്നിട്ട് അവർ അതിന് അനുസരിച്ച ശിക്ഷ ഏറ്റുവാങ്ങണം. അത് നിയമപരമായ വ്യവസ്ഥയിലൂടെ തന്നെ ആയിരിക്കുകയും വേണം. അല്ലാതെ ഏതെങ്കിലും എക്സ്റ്റേണൽ ഏജൻസി, പുറത്തുള്ള ഏജൻസികൾ വിചാരണ ചെയ്ത് തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്ക് ഒരു കുറ്റവാളിയെയും കൊണ്ടുപോകാൻ പാടില്ല. കേരളത്തിലെയും ഇന്ത്യയിലെയും 1000 കുറ്റവാളികളെ വെറുതെ വിട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്ന തത്വം അനുസരിക്കുന്ന ഒരു രാഷ്ട്രത്തിന് മുമ്പിൽ ആരെങ്കിലും ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ആക്ഷേപം ശരിയാണ് എന്ന് രാഷ്ട്രീയമായ കാരണങ്ങളാൽ വിലയിരുത്തി ആ രാഷ്ട്രീയ കാരണത്തിൻ്റെ പേരിൽ അവർ കുരിശിലേറ്റുന്ന സമീപനം പാടില്ല. ഈ പറയുന്ന ഒരു കാരണം കൊണ്ടും എ ഡി ജി പിയുടെ സമീപനത്തെയോ മറ്റാരുടെയെങ്കിലും സമീപനത്തെയോ ന്യായീകരിക്കുന്നു എന്ന് അങ്ങ് നാളെ കുറച്ച് കഴിഞ്ഞാൽ പറയരുത്. ഞാനങ്ങനെ ന്യായീകരിക്കുന്നില്ല. മറിച്ച് ആരെങ്കിലും ഏതെങ്കിലും വ്യക്തികളോ സമൂഹമോ അത് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച്, ആവശ്യപ്പെടുന്നതനുസരിച്ച്, ആഗ്രഹിക്കുന്നതിനനുസരിച്ച് ഈ ഒരാളെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്ന നിയമപരമല്ലാത്ത മാർഗത്തെ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ വിജിലൻസ് അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഡി ജി പി ആവശ്യപ്പെട്ട പോലെയുള്ള വിജിലൻസ് അന്വേഷണം നടക്കുന്നൊരു സാഹചര്യത്തിൽ അത് നടത്തട്ടെ. അത് നടക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രക്രിയകളിലേക്ക് നമുക്ക് കടക്കാം. അതുകൊണ്ട് സൂപ്പർ മുഖ്യമന്ത്രിയായിട്ടും സൂപ്പർ ഡി ജി പി ആയിട്ടും ഒരാളെ കാണാൻ നമുക്ക് കഴിയില്ല. അതൊരു ആലങ്കാരിക ഭാഷ എന്ന നിലയിൽ അതിനെ പരിഗണിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, ഈ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നത് കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ നേതാക്കന്മാരല്ല. നിരന്തരം ആരോപണങ്ങളുമായി എത്തുന്നത് ഇടത് സഹയാത്രികനായ CPM സഹയാത്രികനായ നിലമ്പൂർ MLA PV അൻവറാണ്. ഇന്നും അദ്ദേഹം വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു, ഫയൽ പിടിച്ചു വെച്ചു, പി ശശി ഫയൽ പിടിച്ചു വെച്ചു. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിലെ വാർത്തയിൽ ഇന്നലെയാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ തന്നെ തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ശുപാർശ നൽകിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ആ ഫയൽ എവിടെ പോയി? ആക്ഷേപം ഉന്നയിക്കുന്നത്, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ആക്ഷേപം ഉന്നയിക്കുന്നത് കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ നേതാക്കന്മാരല്ല, PV അൻവർ MLA ആണ്. അല്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശത്തിൽപ്പെട്ട ഒരു കാര്യം എന്നുള്ള നിലയിൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ PV അൻവർ MLA അക്കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമായി
അതിന് ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേക പരിഗണന ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ശ്രീ അൻവറിന് ബോധ്യമുള്ള ഒരു വിഷയം, ആ ബോധ്യമുള്ളൊരു വിഷയമാണ് അദ്ദേഹം പത്രത്തിനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ആ ബോധ്യമുള്ള വിഷയം അദ്ദേഹം പത്രക്കാരോട് പറയുമ്പോഴത്തേക്ക് തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ മുഖ്യമന്ത്രി അതിൻ്റെ മുകളിൽ തീരുമാനമെടുക്കുകയും ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. 1, 2, 3, 4 ദിവസത്തെ ഡിലേ എന്ന് പറയുന്നത് വിജിലൻസ് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും അതൊരു ഫേറ്റലായി അല്ലെങ്കിൽ ദോഷകരമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. വളരെ കൂലങ്കഷമായി വിശകലനം ചെയ്യേണ്ടുന്നതാണ് വിജിലൻസ് എൻക്വയറികൾ. അപ്പോൾ അതിന് ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ ഒരു സ്പീഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു നടപടി വന്നാൽ അത് കുറ്റവാളികൾ രക്ഷപ്പെടാനുള്ള സാഹചര്യം അതിൽ ഉരുത്തിരിഞ്ഞ് വരുമെന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു ഗുണവും അക്കാര്യത്തിൽ ഉണ്ടാവുകയില്ല. മറിച്ച് ശ്രദ്ധയോടുകൂടിയ വളരെ പരിണിതപ്രജ്ഞരായ ആളുകളെ വെച്ച് ശ്രദ്ധയോടുകൂടിയ ഒരു അന്വേഷണമാണ് ആവശ്യമുള്ളത്. അതിന് ശ്രീ ശശിയുടെ മുൻപിലേക്ക് ഈ റിപ്പോർട്ട് വന്നിട്ട് താമസം വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കൃത്യമായിട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഈ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്നറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഉണ്ടാകുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി അന്വേഷിക്കും. അല്ല, കൂടുതലായിട്ട് ഞങ്ങളെപ്പോലെയുള്ള ആളുകളുടെ അന്വേഷണങ്ങളും കൂടി ആവശ്യമുണ്ട് എന്ന് വരുന്ന സാഹചര്യത്തിൽ അതുകൂടി ചെയ്തുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഒരു കുറ്റവാളിയെ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുള്ള ആളെ ആ തെറ്റിൻ്റെ ഭാഗമായി സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.